സൂസനോട് ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, അതായത് ഭയങ്കര കെയർ ആയിട്ടാവും അതിന്. വിഷമിക്കണ്ട കേട്ടോ കുഞ്ഞൊക്കെ ആവുക, ഇതാണ് ഏറ്റവും വലിയ ടോർച്ചറൊക്കെ. നമുക്ക് ആക്ച്വലി വിഷമം ഇല്ല, ബിക്കോസ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താ റീസൺ എന്നുള്ളത്. ഞങ്ങള് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൽ തന്നെ കൺസീവ് ചെയ്യാനുള്ള എല്ലാം റെഡി ആയിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു നമുക്ക് 27 mm ഒരു സ്റ്റോണാണ്. സൂസൻ തന്നെ ചിന്തിക്കുക, സ്റ്റോണിന്റെ വേദനയെ സഹിക്കാൻ പറ്റുന്നില്ല, അതിന്റെ കൂടെ പ്രഗ്നൻസി, കാരണം വയറ് വലുതാവുമല്ലേ. അതിനിടയ്ക്ക് ഈ കിഡ്നി ഞെരുങ്ങുമ്പം ആ സ്റ്റോൺ അതിനകത്ത് ഇരിക്കുകയല്ലേ. കിഡ്നി 27 mm എന്ന് പറഞ്ഞാൽ ഒരു വിരലും ഇനി ഒരു വിരലിന്റെ പകുതിയുണ്ട് സ്റ്റോൺ, വലിയ സ്റ്റോണാണ്. അപ്പൊ അത്രയും വലിയൊരു സ്റ്റോൺ വെച്ചിട്ട് കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്നത് പോസിബിൾ ആണോ എന്ന് അവർ ചോദിച്ചത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ 2 years 3 yearsനുള്ളിൽ അത് സർജറി ചെയ്ത് പല പല തവണയായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തത്. ഒരു 3rd ഇയറിലാണ് അതിനെ ഫുള്ളി നമ്മൾ റിക്കവർ ചെയ്ത്. ഒരു ഇൻഫെക്ഷനൂടെ വന്ന ആ ഇൻഫെക്ഷൻ 15 ദിവസം ആന്റിബയോട്ടിക്സ്, കംപ്ലീറ്റ്ലി ആന്റിബയോട്ടിക്സ്, ഡോക്ടർ പറഞ്ഞു ഞാൻ വിടത്തില്ല. 15 ദിവസത്തെ ആന്റിബയോട്ടിക്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പം ഒരു ദിവസം ഇങ്ങനെ ഓക്കെ ഒന്നും നമ്മുടെ യൂഷ്വൽ പീരീഡ്സ് ആവുന്നില്ല, അപ്പൊ ചിലപ്പോൾ ഇനി PCOD ഉണ്ടോ എന്നൊരു സംശയം. അതിന്റെ മാസം PCOD ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു. അപ്പൊ കുറച്ചുകൂടെ പേടി കൂടുതലാണ്. PCOD ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ടെസ്റ്റിന് പോവുക. ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു PCOD നോക്കുന്നതിന് മുമ്പ് ചുമ്മാതെ ഒരു ജോക്കിന് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങിച്ചൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ചുമ്മാ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ചുമ്മാ നോക്കിയതായിരുന്നു, വെറുതെ ആവശ്യമില്ലാതാന്ന്. ചുമ്മാ നോക്ക് പ്രഗ്നൻസി ടെസ്റ്റ്, ചുമ്മാ അതില്ല ഒരു ഇങ്ങനെ രാവിലെ വരുന്നു വാങ്ങിക്കുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നന്റ് ആണ്. അങ്ങനാണ് ഞങ്ങളുടെ പ്രഗ്നൻസി. അല്ല നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തോ, അപ്പൊ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി അടുത്ത ചോദ്യം ട്രീറ്റ്മെന്റ് എടുത്തോ എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഒരു വലിയ ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഡയബറ്റിക് ആണെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുമോ, ഏത് ട്രീറ്റ്മെന്റ് ആണ്, ഏത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. ട്രീറ്റ്മെന്റ് എന്നുള്ള വേർഡ് എൻ്റെ മമ്മിയെ കാണുന്നവർ ഇത് തന്നെ എല്ലാവരും ചോദിക്കുന്നത്, മോൾ എവിടെയാണ് ട്രീറ്റ്മെന്റ് എടുത്തത്. മമ്മി പറയും ട്രീറ്റ്മെന്റ്, എന്ത് ട്രീറ്റ്മെന്റ്, അവർക്കൊരു ട്രീറ്റ്മെന്റ്. എനിക്കത് എൻ്റെ നോർമൽ ഇതാണ്, നമ്മൾ വെയിറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ഓഫ് ഈ കിഡ്നി സ്റ്റോൺ. ഇച്ചിരി കിഡ്നി സ്റ്റോൺ എന്ന് എല്ലാവരും പറയുമ്പോൾ ചെറിയ മറ്റേ ക്രിസ്റ്റലിൻ സ്റ്റോൺ ആണെന്നൊക്കെ വിചാരിക്കും. അല്ല, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു, ആ എപ്പിസോഡ് കഴിഞ്ഞു. പല എപ്പിസോഡുകൾ കടന്നാണ് നിങ്ങൾ ഒരുപാട് വീഴ്ചകളിൽ നിന്നും ഒരുപാട് പൊക്കത്ത് നിന്നും ഒക്കെ വന്നില്ലേ. ഇതില് എനിക്ക് നിങ്ങളുടെ സംസാരത്തിൽ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ, റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാരേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ചിലർക്ക് സ്മെൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവരെങ്ങനെയാണ്, അതായത് നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള പൊരുത്തങ്ങൾ നോക്കാറുണ്ട്, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വശം, ജോലി, ഇതൊക്കെ നോക്കാറുണ്ട്. പക്ഷെ പരസ്പരം സ്മെൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് വലിയൊരു കാര്യമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിടുന്ന, ഒളിച്ചു കടത്തുന്ന ഒരു പരിപാടിയാണ്. സത്യത്തിൽ ഇത് ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇവരോട് എനിക്ക് സംസാരിക്കണമല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ശരിക്കും ഇത് അറിയാതെ പോകുന്ന ഒരുപാട് പേരില്ലേ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് പേരില്ലേ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നെ സംബന്ധിച്ചിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യമേ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? അറിയാം, ഹെൽപ്പ് ചെയ്ത സമയത്താണ് നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയത്? ഇല്ലെങ്കിൽ എങ്ങനെയാണ്, നോൺ വെർബൽ ആയിരുന്നോ? ഞാനതെല്ലാം ബാച്ചയ്ക്ക് പറയാം, എനിക്ക് ഇപ്പൊ ഞാനൊരാട് സംസാരിക്കുമ്പോൾ വായിൽ സ്മെല്ലുണ്ടെങ്കിൽ തന്നെ ഞാൻ വളരെ ഹട്ട് ചെയ്യാത്ത രീതിയിൽ അത് പറയും. കാര്യം ഇല്ലെങ്കിൽ നമ്മളത് സഹിച്ചോണ്ടിരിക്കുന്നതോറും ഇയാൾ അടുത്ത ആളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും. ഈവൻ എനിക്ക് എന്തെങ്കിലും അതുപോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയുന്നത് എനിക്ക് സന്തോഷമാണ്, കാര്യം തിരുത്തി പോകല്ല. അതുകൊണ്ട് ഞാനെല്ലാം തന്നെ പച്ചയ്ക്ക് പറയുമായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ കുഴപ്പമില്ല. എനിക്കിതിനകത്ത് ഏറ്റവും വലിയ ദേഷ്യം എന്താണെന്നറിയാം, ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാത്ത കാര്യം, ഈ പേസ്റ്റ് ചെക്കുമ്പം എനിക്കതിന്റെ മൂട്ട് ചെയ്ത് പയ്യെ ചെക്കി വരണം, ഇട ചുളുക്കാൻ പാടില്ല. ഈ ദിവസം ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ പിടിച്ച ഒറ്റ ചെക്ക് ഇങ്ങനെ ചെക്കാൻ അതിപ്പോഴും ഒരു മാറ്റമില്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണ്. പുള്ളി അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ്, കാരണം അത് ഇങ്ങനെ മേളിൽ നിന്ന് ഞെക്കി വരുവാണെങ്കിൽ അടുത്ത ആൾക്ക് അത് അത്രയും കൂടെ എളുപ്പമാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ഞെക്കുമ്പോൾ പിന്നെ അടുത്ത ആൾ വരുമ്പോൾ താഴെ ഞെക്കി മേളോട്ട് കൊണ്ടുവരണ്ടേ. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ അച്ഛൻ ഇത് തുറന്നു പറയുന്നത്, അച്ഛനെ തുറന്നു പറയുന്നതിന് കുഴപ്പമില്ല, തുറന്നു പറയുന്ന ആളുടെ ഹൃദയം എന്ത് ഉദ്ദേശത്തിൽ അത് പറയുന്നു എന്നുള്ളത്. എന്റെ കാല് എപ്പോഴും മുരിഞ്ഞിരിക്കും. അച്ഛനോട് എപ്പോഴും പറയും ക്രീം തേക്കണം, കാരണം നമ്മൾ ഇത്രയും ആളുകളുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്, ആളുകൾ ശ്രദ്ധിക്കും. ഇത്രയും അവിടെ ഇവിടെയൊക്കെ ചെന്ന് എന്തോരം വീഡിയോസ് ചെയ്യുന്നു, അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്നവരല്ലേ. പല്ല് സൂക്ഷിക്കാത്തവര്, നഖം വെട്ടാത്തവര്, ഇവർ ഇത്ര ദാരിദ്ര്യം പിടിച്ച മനുഷ്യരാണ്, എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാലല്ല ഞാൻ ചില ക്രീം തേച്ചുകൂടെ കാലൊക്കെ മുരിഞ്ഞിരിക്കും. കാരണം ചില ആളുകൾ
വലിയ വലിയ ഉദ്യോഗസ്ഥരൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവരുടെ ശരീരം അവർ ഭയങ്കര നന്നായിട്ട് ടിപ്പ് ടോപ്പിലാണ് നടക്കുന്നത്. അവർ ചിന്തിക്കത്തില്ലേ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇവർക്ക് നടന്നാൽ തന്നെ. അപ്പൊ അച്ഛനൊരു കാലൊക്കെ മുരിങ്ങിയിരിക്കുന്നു, വല്ലപ്പോഴൊക്കെ ആ വാസ്ലിൻ്റെ ക്രീം എടുത്തൊന്ന് തേച്ചെന്ന് അത് എപ്പോഴും അങ്ങനെ ചെയ്ത് വെക്കണം. വൃത്തികേടാണ്. അതുപോലെ നമ്മൾ വീഡിയോയിൽ വരുമ്പോൾ പ്രസന്റബിൾ ആയിരിക്കണം. ചില കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കും, ശരിയാണ്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കിന്റെ കളർ കൂടിപ്പോയി, ചിലർക്ക് അത് ബുദ്ധിമുട്ടാ. ചിലർ പറയും മുടി നരച്ചിരിക്കും. ഞാൻ ചിന്തിക്കും എന്റെ മുടി നരയ്ക്കുന്നത് സ്വാഭാവികമായ കാര്യമല്ല, അതിപ്പോ എന്തോ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്ത് കളർ അടിക്കാൻ പറ്റത്തില്ല, അപ്പൊ പിന്നെ അത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവർ നോക്കുമ്പോൾ അവരെത്ര പ്രായമായാലും മുടിയൊക്കെ നല്ലപോലെ കറുപ്പിച്ച് നല്ല നീറ്റായിട്ട് നടക്കുന്നവരാണ്. അപ്പൊ അവരും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളും അതുപോലെ നടക്കണമെന്ന്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതച്ഛ പറയും ഡ്രസ്സ് ഇടുമ്പോൾ നീറ്റായിട്ട് ഇറങ്ങണം. എപ്പോഴും പറയും നമുക്ക് കാശുണ്ട്, ഡിയോഡ്രൻറ്റ് വാങ്ങിക്കുക, അടിക്കുക. ആളുകളുടെ അടുത്ത് പോകുമ്പം യു ഷുഡ് സ്മെൽ ഗുഡ്. വായിൽ നാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണത്. നമ്മള് ചില ആളുകൾ നമ്മളോട് മിണ്ടാതെ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ചില സമയത്തൊക്കെ കോളേജിലൊക്കെ ഉണ്ട് ഒത്തിരി പിള്ളേരെ നമ്മൾ അവോയ്ഡ് ചെയ്യും. നമ്മൾ ശരിക്കും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന്. ആക്ച്വലി ബോഡി സ്മെല്ലും കൊണ്ട് അവോയ്ഡ് ചെയ്യുന്നത്. ബോഡി സ്മെൽ, മൗത്തിൽ നിന്ന് വരുന്ന ഓർഡർ, ചിലപ്പോൾ വൃത്തിയില്ലാതായിരിക്കും. വൃത്തിയില്ലാത്തൊരു വ്യക്തി നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത് നമ്മുടെയും കൂടെ ഇമേജിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിയായിരിക്കാം അവർ അവോയ്ഡ് ചെയ്യുന്നത്. സോ ഒരുപാട് പറയാൻ പറ്റാത്ത ഒത്തിരി കോളേജിലുള്ള മിണ്ടാട്ടങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ വൃത്തിയുടെ പേരിൽ തന്നെയാണ്. ഇപ്പൊ ഈയിടെ ഒട്ടും പറയാൻ പറ്റത്തില്ല, മറ്റേ ചന്ദ്രിക സോപ്പ് ഈയിടെ വൈറലായതേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം നേരെ നെഗറ്റീവായിട്ട് ആളുകൾ ചിന്തിക്കത്തുള്ളൂ, പക്ഷെ റിയാലിറ്റി ഉണ്ട് അതിനകത്തൊക്കെ. നല്ല റിയാലിറ്റി ഉണ്ട്. അതെ. അല്ല, അത് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോടൊരു ബഹുമാനം വന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കേണ്ട, നമ്മൾ അതിനൊക്കെ കടന്നു പോവേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോഴും പഴയ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ശരിക്കും ഒരു വീഴ്ച വരുമ്പോൾ ഹെൽപ്പ് ചെയ്തതാണെന്ന് മനസ്സിലാകുന്നു. സൂസൻ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പം ആ സ്പേസിലൊക്കെ ഇപ്പോൾ 1 വർഷത്തോളം സൂസൻ സഹിച്ചു എന്നൊക്കെയാണ്, എന്ന് വെച്ചാൽ സാമ്പത്തികമായി കൂടെ സഹായിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഒരു സൂസനെ ശരിക്കും മനസ്സിലാക്കുന്നത് ആ സ്പേസിലായിരിക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. ആ സ്പേസിൽ തന്നെയാണോ ശരിക്കും മനസ്സിലേക്ക് കയറി പറ്റിയത്? തീർച്ചയായും. കാര്യം ഈ സ്നേഹം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇതെല്ലാം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതിനകത്തെല്ലാം പ്രവൃത്തി ഉണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം പിന്നെ എൻ്റെ ഒരു ബേസിക് നേച്ചർ വെച്ചിട്ട് എനിക്ക് ആരെങ്കിലും എന്നേലുമൊക്കെ ചെറിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അവർക്ക് ചെയ്തത് അതിൻ്റെയൊക്കെ ഒരു 1000-10,000 ഒക്കെ ഇരട്ടിയായിരിക്കും. ഞാൻ സ്വയം മുഖത്തിൽ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, സൂസനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എൻ്റെ നേച്ചർ അങ്ങനെയാണ്. അതായത് പണ്ടൊരു 1000 രൂപ തന്ന് സഹായിച്ചവരാണെങ്കിൽ പിന്നീട് അവരുടെ അവസ്ഥ മോശമായി ഞാൻ കണ്ടാൽ എന്നെ കൊണ്ട് പറ്റുന്നത് എന്തും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെ എൻ്റെ പഴയ ആളുകൾക്കെല്ലാം അത് വളരെ നല്ല രീതിയിൽ അറിയാം. അപ്പം ഒരു ടൈമിൽ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അരഗതിയും പരഗതിയും ഇല്ലാതിരുന്ന സമയത്ത് അത്രയും ഹെൽപ്പ് ചെയ്തതാണ് സൂസൻ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ സൂസൻ റിച്ചായിട്ട് നിന്നല്ല എന്നെ ഹെൽപ്പ് ചെയ്തത്. ട്രിവാൻഡ്രത്തൂടെ ഈ വെയിലും കൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി ക്ലാസ് എടുത്ത്, അപ്പോഴും സൂസൻ കിടപ്പുണ്ട് കുറേ ആളുകൾ. അവരുടെ വായിൽ നിന്നുള്ള തെറി കേട്ടിട്ടാണ് അവിടുന്ന് പൈസ പിടിച്ച് വെച്ചിട്ടാണ് എൻ്റെ ആവശ്യത്തിന് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്ര ആത്മാർത്ഥമായിട്ട് നിന്ന ആളെ കാണാതെ പിന്നെ വേറെ എന്നാ കണ്ടിട്ട് എന്നാ കാര്യം ഇരിക്കുന്നു.